പള്ളിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്ന റാസയുടെ മുൻഭാഗ ദൃശ്യം നമുക്കിപ്പോൾ ലഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഭൗതികമായ മറ്റു വിചാരങ്ങളും ചർച്ചകളും ആലോചനകളും ഒന്നും തന്നെ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കൊണ്ട് പരമകാരുണികനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ സർവ്വവിധമായ സുഖാനുഭവങ്ങളും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്ന വിശ്വാസികൾ ഈ റാസയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ പ്രകൃതിയുടെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ചൂടും മഴയും ഒന്നുമില്ലാതെ വളരെ സമശീതോഷ്ണമായ ഒരു കാലാവസ്ഥയിലാണ് പരിമല തിരുമേനിയുടെ 109ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങായ കൊടിയിറക്കിന് തൊട്ടു മുമ്പുള്ള റാസ ഇപ്പോൾ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. മണിമേടയുടെ ദൃശ്യം നമുക്കിപ്പോൾ ലഭിക്കുകയാണ്. റാസ ആരംഭിച്ച 2 മണി മുതൽ റാസ തിരികെ ദേവാലയത്തിലെത്തി ആശീർവാദം തുടങ്ങുന്നത് വരെയും ഈ മണി മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഈ പ്രദേശത്തുള്ള സകലമാന ജനങ്ങളും ഇപ്പോൾ പരിമലപ്പള്ളിയിലെ റാസയുടെ സുഖകരമായ ഈ നാദം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങളുടെ അഗാധ തലത്തിൽ നിന്നും രസനാഗ്രഹത്തിൽ കൂടി പുറത്തേക്ക് വരുന്ന ആ പ്രാർത്ഥന പോലെ തന്നെ ഈ മണിയും പരമകാരുണികനായ പിതാവിനെയും പരിശുദ്ധരായ പരിമല തിരുമേനിയെയും പ്രാർത്ഥിക്കുകയാണ്. വളരെ സാവധാനമാണ് റാസ നീങ്ങുന്നത്. കാരണം ആയിരങ്ങൾ റാസയിൽ പങ്കെടുക്കുന്നു. നിശ്ചിതമായ സമയക്രമം അനുസരിച്ച് വളരെ കൃത്യമായ അനുഷ്ഠാനങ്ങൾക്ക് അണുവിട പോലും മാറ്റം സംഭവിപ്പിക്കാതെ സമയബന്ധിതമായി തന്നെ ആധ്യാത്മികമായ ഓരോ ചടങ്ങും പൂർത്തീകരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ റാസയിൽ നടക്കുന്നത്. 10,000 റാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. മണിമേടയുടെ മുൻപിലായി ഇന്നലെ രാത്രിയിലും അതീവ ശോഭ ചൊരിഞ്ഞു നിന്നിരുന്ന വൈദ്യുത ദീപങ്ങളുടെ അണഞ്ഞ ആ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാലാവസ്ഥ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റാസയുടെ മുൻഭാഗം ദേവാലയ അങ്കണത്തിൽ നിന്നും പതുക്കെ പ്രദക്ഷിണ വീതിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതേയുള്ളൂ. റാസയുടെ മധ്യഭാഗം മുതൽ പിന്നിലേക്കുള്ളവർ വളരെ 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 പുറകിലായി നിൽക്കുകയാണ്. ഇന്നലെ വലിയ ഭക്തജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ആകസ്മികമായിട്ടെങ്കിലും സംസ്ഥാനത്തെ ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടായി. ബഹുമാന്യനായ ശ്രീ PM ജേക്കബിന്റെ നിര്യാണത്തെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്നലെ അവധിയായിരുന്നു. സങ്കടകരമായ ആ വാർത്തയെ തുടർന്നുണ്ടായ ആ അവധിയിൽ ഇവിടെ പരിശുദ്ധമായ ഈ ദേവാലയ സന്നിധിയിൽ എത്തിച്ചേരുന്നത് തന്നെയാണ് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ വിശ്വാസികൾ ലക്ഷക്കണക്കിനാണ് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് പ്രാദേശികമായ അവധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം ഇന്നലെ തന്നെ ഇവിടെ എത്തി പരിമല തിരുമേനിയുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ച് ജീവിത സൗഖ്യം ഏറെ വാങ്ങി മടങ്ങുകയുണ്ടായി. ഇന്ന് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പരിമല ശിവനാരിയുടെ സമീപസ്ഥ പ്രദേശങ്ങളായ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തിൽ നിന്നുമൊക്കെയായി ഇവിടെ ഇന്ന് 10,000-കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേർന്നിരിക്കുന്നു. അവരൊക്കെയും ഇന്നത്തെ ഈ റാസയിൽ പങ്കെടുക്കുകയാണ്. കർമ്മയോഗിയായും യോഗിയായും ജ്ഞാനയോഗിയായും ഒക്കെ തന്നാലാവുന്ന സർവവിധമായ സേവന പ്രവർത്തനങ്ങളും ഈ ഭൂമിയിലെ ജനതയ്ക്ക് സമ്മാനിച്ച് തിരികെ പോയ പരിമല കൊച്ചുതിരുമേനിയുടെ അതീവ വിദ്യുത്വമാർന്ന ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ വിശ്വാസികളും കൂട്ടുകൈകളോട് പ്രാർത്ഥനയോട് ഈ റാസയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ 29ാമത്തെ വയസ്സിൽ
മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെട്ട ദിവ്യ പുരുഷനാണ് വിശുദ്ധ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത. കേവലം 29-ാമത്തെ വയസ്സിൽ മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെട്ടതിനാൽ വിശുദ്ധ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത കൊച്ചു തിരുമേനിയായി അറിയപ്പെട്ടു. പരിമല കൊച്ചു തിരുമേനി എന്ന ആ നാമധേയം ഇന്ന് ഈ പാരിലെ സകല ജനങ്ങൾക്കും സുപരിചിതമാണ്. ഓരോ നാവിൽ നിന്നും അടുത്ത നാവിന്റെ പ്രാർത്ഥനാ മന്ത്രമായി പരിമല കൊച്ചു തിരുമേനി എന്ന നാമം മാറിക്കൊണ്ടേയിരിക്കുന്നു. പരിമല കൊച്ചു തിരുമേനിയുടെ ഈ ദിവ്യ കബറിടത്തിലേക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ലഭ്യമാകുന്ന സുഖവും തൃപ്തിയും സമൃദ്ധിയും സന്തോഷവും എല്ലാം ഓരോ നാവിൽ നിന്നും മറ്റൊരു നാവിലേക്കുള്ള പ്രാർത്ഥനാ സന്ദേശമായി മാറുകയും അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഇവിടേക്കുള്ള ഭക്തജന തിരക്ക് വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 1876 ഡിസംബർ 10-ാം തീയതിയാണ് ഗീവർഗീസ് റമ്പാനെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അദ്ദേഹത്തിനോട് പ്രത്യേകമായ വാത്സല്യം ഉണ്ടായിരുന്നത് കൊണ്ടാവാം പാത്രിയാർക്കീസ് ബാവ തിരുമനസ് യെരൂശലേം മെത്രാപ്പോലീത്തയുടെ സ്ഥാനപ്പേരായ മാർ ഗ്രിഗോറിയോസ് എന്ന നാമം തിരുമേനിക്ക് നൽകിയത്. നിരണം ഭദ്രാസന ഇടവകയുടെ ഭരണ മേധാവിയായി വിശുദ്ധ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയെ വാഴിച്ചു. കേവലം 29-ാമത്തെ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. അതുമുതൽ കൊച്ചു തിരുമേനിയായി അറിയപ്പെട്ട വിശുദ്ധ മാർ ഗ്രിഗോറിയോസ് ആസ്ഥാനമാക്കി ഭദ്രാസന ഭരണം ആരംഭിച്ചതോടുകൂടി പരിമല തിരുമേനി എന്ന് വിഖ്യാതനായി.